നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഉപബോധ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറേയധികം അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കുറേയധികം അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് ജോസഫ് മർഫി എഴുതിയിട്ടുള്ള ദി പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ ആ ഒരു പുസ്തകത്തിലെ ഒരു ചാപ്റ്റർ, അതിലെ കുറച്ച് ആശയങ്ങൾ ഞാനൊരു വീഡിയോ ആയിട്ട് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ അതിൽ തന്നെ വേറൊരു ചാപ്റ്റർ ഉണ്ട്, ഹൗ യുവർ ഓൺ മൈൻഡ് വർക്ക്സ്. ആ ഒരു ചാപ്റ്ററിലെ കുറച്ച് ആശയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്താണെന്ന് നോക്കാം. നമ്മുടെ മനസ്സ് എന്ന് പറയുമ്പോൾ അതിന് പ്രധാനമായും 2 തലങ്ങളാണുള്ളതെന്ന് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഒന്ന് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ബോധ മനസ്സ്, 2 സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഉപബോധ മനസ്സ്. അപ്പോൾ ഇതിലെ ബോധ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റീസണിങ് മൈൻഡാണ്. അതായത് എല്ലാ കാര്യങ്ങളും കാരണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് അത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റീസണിങ് ഇല്ല. അതായത് കോൺഷ്യസ് മൈൻഡ് കടത്തിവിടുന്ന ശരിയാണെന്ന് പറയുന്ന അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡ് അപ്രൂവ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെല്ലും. പക്ഷേ ഈ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്ന് പറയുന്നത് ഈ കോൺഷ്യസ് മൈൻഡ് പോലെയല്ല. അതായത് ഇതിൽ ശരിയും തെറ്റും അല്ലെങ്കിൽ ഏതാണ് റൈറ്റ്, ഏതാണ് റോങ്, ഏതാണ് മോശം, ഏതാണ് നല്ലത്, ഇതൊന്നല്ല സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനം. അപ്പോൾ നാം കടത്തിവിടുന്ന ആശയങ്ങൾ, ഈ കോൺഷ്യസ് മൈൻഡിലൂടെ കടത്തിവിടുന്ന ആശയങ്ങൾ നല്ലതല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വളരെ മോശമായിട്ടുള്ള റിസൾട്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനെക്കുറിച്ച് പറയുന്നത് ഇതാണ്, സജഷൻസ്, നിർദ്ദേശങ്ങൾ. അതായത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നാം ഓരോ സജഷൻസ് കൊടുക്കുമ്പോൾ അത് ശരിയാണ് അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡ് അതിനെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെല്ലും. അത് പിന്നെ അതിനനുസരിച്ച് സബ് കോൺഷ്യസ് മൈൻഡ് അതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അതിനുള്ള റിസൾട്ട് നമുക്ക് തരും. അതായത് സബ് കോൺഷ്യസ് മൈൻഡ് വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു മണ്ണ് പോലെയാണ്. അതായത് ആ മണ്ണിൽ എന്ത് വിത്തിട്ടാലും അത് മുളയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നാം കടത്തിവിടുന്ന ചിന്തകൾ ഓരോരോ വിത്തുകളായി കാണുകയാണെങ്കിൽ ആ കടത്തിവിടുന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ രസകരമായി അദ്ദേഹം പറയുന്നുണ്ട്. ചില എക്സ്പീരിയൻസസ് അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട് ഈ ആ ഒരു ചാപ്റ്ററിൽ. അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് ഈ സജഷൻസിനെ കുറിച്ചുള്ളതാണ്. അതായത് നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ അത് എങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അതായത് ഒരാൾ കപ്പൽ യാത്രയ്ക്ക് പോവാണ്. അപ്പോൾ ആ കപ്പൽ യാത്രയിൽ അയാളെ കാണുമ്പോൾ തന്നെ അറിയാം അയാൾക്ക് കുറച്ച് പേടിയുണ്ട്, അയാളുടെ മുഖത്ത് കുറച്ച് ഭയമുണ്ട്. ഈ യാത്ര അത്രയ്ക്ക് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തത് കാരണം കൊണ്ട് അയാൾക്കൊരു പേടിയുണ്ട്. അപ്പോൾ വേറൊരാൾ ഇയാളുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ സജസ്റ്റ് ചെയ്യണം, നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര പേടി തോന്നുന്നുണ്ടല്ലോ, നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ശരീരം നിങ്ങൾ മൊത്തത്തിലാകെ വരണ്ടിരിക്കണ പോലെ തോന്നുന്നുണ്ടല്ലോ, എന്തോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ, ഞാൻ ഉടനെ തന്നെ നിങ്ങളെ ഒരു ക്യാബിൻ മുറിയിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീക്കായിട്ടുള്ളൊരു മനുഷ്യന് അത് കേട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അയാളുടെ മൈൻഡ് പ്രവർത്തിക്കും. അപ്പോൾ അയാൾ കുറേയും കൂടി വീക്കായി അല്ലെങ്കിൽ വളരെ മോശം അവസ്ഥയിൽ ആവുന്ന പോലെ അയാൾക്ക് തോന്നും. അതിൻ്റെ ഭാഗം ഇയാൾ പറഞ്ഞ പോലെ തന്നെ അയാളെ ക്യാബിൻ മുറിയിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ് ഈ സജഷൻ്റെ ഒരു ഭാഗം. ഇനി ഈ സജഷൻ തന്നെ ഒരു കപ്പൽ ഓടിക്കുന്ന ഈ നാവികനോട് പറയാൻ വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? അയാൾ ഒന്നെങ്കിൽ ഇയാളെ പുച്ഛത്തോടുകൂടി അയാളോട് എന്തെങ്കിലും ആൻസർ പറയും, അല്ലെങ്കിൽ ശരി അതിനെ ഇഗ്നോർ ചെയ്യും. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? അതായത് ഈ സജഷൻ എന്ന് പറയുന്നത് ഈ കോൺഷ്യസ് മൈൻഡ് എഗ്രി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡ് അത് ശരിയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നേരെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. പക്ഷേ ഈ കോൺഷ്യസ് മൈൻഡ് അതിനെ ഇഗ്നോർ ചെയ്യാണ്. അതായത് അയാളുടെ മനസ്സിന് ശക്തിയുണ്ട്. ഈ നാവികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ വേറൊരാൾ നിങ്ങൾ വീക്കാണല്ലോ, നിങ്ങൾക്ക് എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് തോന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും അയാൾ വിട്ടുകൊടുക്കില്ല. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? അപ്പോൾ അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് പോവില്ല. അത് കാരണം കൊണ്ട് അയാൾ വളരെ എനർജറ്റിക് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇവിടെ ഈ സജഷൻസ് എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ച് ശക്തിയില്ല. പക്ഷേ കോൺഷ്യസ് മൈൻഡ് അത് ശരിയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് വളരെയധികം ശക്തി വരും. അപ്പോൾ അതിനനുസരിച്ച് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ ഒരു ചിന്ത പോവുകയും അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് അയാൾക്ക് ലഭിക്കുകയും ചെയ്യും. സജഷൻ എന്ന് പറയുമ്പോൾ തന്നെ വേറൊരു കാര്യമാണ് ഓട്ടോ സജഷൻ, സ്വയം നിർദ്ദേശം. ഇപ്പോൾ ചിലരെ കണ്ടിട്ടുണ്ടോ? ചിലവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും അവരുടെ മനസ്സിൽ ഞാൻ സൂപ്പറാണ്, ഞാൻ ഏറ്റവും ബെസ്റ്റാണ്, അങ്ങനെ ഓട്ടോ സജഷൻസ് കൊടുത്തുകൊണ്ടിരിക്കും. അത് കാരണം കൊണ്ട് തന്നെ അവർക്ക് ഏതൊരു സദസ്സിൽ പോയാലും വളരെയധികം ശോഭിക്കാൻ സാധിക്കും. കാരണം അവർ ഓട്ടോ സജഷൻസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. ഈ റീസണിങ്
മൈൻഡ്, അതായത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അതിലേക്ക് ഇങ്ങനെ ഹാബിച്വലായിട്ട്, അതായത് ഒരു ശീലം പോലെ കടന്നു വരുന്ന ചിന്തകളുണ്ട്, അത് സ്ഥിരമായി കടന്നു വരുന്ന ചിന്തകൾ. അപ്പോൾ ആ കടന്നു വരുന്ന ചിന്തകളിൽ ഇതുപോലുള്ള സജഷൻസ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, ഈ ഓട്ടോ സജഷൻസ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അയാളുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇംപ്രസ് ചെയ്യപ്പെടും. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ സംഭവിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാൾക്കത് വളരെ അയാളുടെ റിയാലിറ്റിയായി ഫീൽ ചെയ്യും. അതിൻ്റെ ഭാഗമായി അയാൾക്ക് വളരെ നാച്ചുറലായിട്ട് ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും, അതായത് ഹെൽത്ത് ആണെങ്കിൽ ഹെൽത്ത്, സമ്പത്താണെങ്കിൽ സമ്പത്ത്, സമാധാനമാണെങ്കിൽ സമാധാനം, എല്ലാം അയാൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത് ഈ ഓട്ടോ സജഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്രയും നേരം ഞാൻ ഈ ഒരു സജഷനും ഓട്ടോ സജഷനെയും കുറിച്ച് പറഞ്ഞു. ഇനി കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും തമ്മിലുള്ള വേറൊരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അതിൽ എല്ലാ കാര്യങ്ങളും വളരെ സബ്ജക്റ്റീവായിട്ടുള്ള രീതിയിലാണ് ഇംപ്രസ് ചെയ്യപ്പെടുന്നത്. ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരം വിട്ടുകൊണ്ട് പലതരത്തിലുള്ള 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 ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള ഇൻഡ്യൂഷൻസായി നമുക്ക് പല ഇൻഫർമേഷൻസും തരുന്നതിന് ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡിന് സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ക്ലെയർവോയൻസ് അല്ലെങ്കിൽ സട്ടിലായിട്ടുള്ള വളരെ നേരിയ രീതിയിലുള്ള പല ഇൻഡ്യൂഷൻസ് ലഭിക്കുന്നതിന് ഈ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ സഹായിക്കും. ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് ഇങ്ങനെ പലതരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സജഷൻസ് കൊടുക്കണമെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ വളരെയധികം ശാന്തമാക്കാൻ സാധിക്കുക എന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ രസകരമായിട്ട് ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഒരു സൈക്കാർട്ടിസ്റ്റ്, അദ്ദേഹം ഇങ്ങനെ ഹിപ്നോട്ടിസം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല ആളുകളെയും. അപ്പോൾ അയാൾ ഹിപ്നോട്ടിസ് ചെയ്യുമ്പോൾ ഒരാളോട് പറയാണ്, നിങ്ങൾ നെപ്പോളിയൻ ബോണപ്പാർട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ ആ പോകുന്ന ആൾക്ക് അയാൾ ആ ഒരു മോമെൻറ്റിൽ ഒരു നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പോലെ ആക്ട് ചെയ്യുകയും അത് സത്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ അയാൾ നിൽക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ പുറത്ത് ഒരു ചൊറിച്ചിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഈ ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ നിൽക്കുന്ന ആൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ മൂക്കിലൂടെ രക്തം പോകുന്നുണ്ട് എന്ന് ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കത് യാഥാർത്ഥ്യമായി തോന്നും. ഇങ്ങനെയാണ് ഈ ഒരു ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് സജഷൻസ് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രസക്തി? നമ്മുടെ മൈൻഡ് വളരെ ശാന്തമാവുന്ന ആ ഒരു ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് കടത്തിവിടുന്ന ഇൻസ്ട്രക്ഷൻസ്, സജഷൻസ് അതെല്ലാം തന്നെ ഈ പറയുന്ന സബ് കോൺഷ്യസ് മൈൻഡ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഇമോഷൻസും കൂടിയും അതിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് അയാളുടെ ഒരു യാഥാർത്ഥ്യം മാറാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അത് കാരണം കൊണ്ട് തന്നെ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ നാം പ്രോഗ്രാം ചെയ്യുമ്പോൾ അത് നാം എന്താണോ പ്രോഗ്രാം ചെയ്യേണ്ടത് അത് നമുക്ക് വളരെയധികം ബോധം ഉണ്ടാവണം. അതായത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇതിലേക്ക് കടത്തിവിടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ വളരെ നല്ലതായിട്ടുള്ള വളരെയധികം ഹെൽത്ത്, നല്ല വെൽത്ത്, അതുപോലെ തന്നെ നല്ല പീസ് ഓഫ് മൈൻഡ്, നല്ല ഹാപ്പിനെസ്, അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചും ഈ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കും. ഇനി പറയാൻ പോകുന്നത് ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനെ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഈ നേരത്തെ ഞാൻ ഓട്ടോ സജഷനെ കുറിച്ച് പറഞ്ഞു. ഈ ഓട്ടോ സജഷൻ്റെ വേറെ ഒരു രസകരമായ ഒരു സംഭവം ആ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അതായത് ഒരു ആർട്ടിക്കിളിൽ നിന്ന് ലഭിച്ച ഒരു വിവരമാണ് ആ ഒരു ചാപ്റ്ററിൽ അദ്ദേഹം പറയുന്നത്, ആ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് പറയുന്നത്. അതായത് ഒരു അപ്പൻ, അയാളുടെ മകൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അസുഖം ഉണ്ടായിരുന്നു, ആർത്രൈറ്റിസ്. അതുപോലെ തന്നെ അവരുടെ സ്കിന്നിന് വളരെ മാരകമായ രോഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അച്ഛൻ 2 വർഷമായിട്ട് സ്ഥിരമായി പറയുന്നൊരു ഡയലോഗാണ്, എൻ്റെ വലത് കൈ പോയിട്ടാണെങ്കിലും ശരി ഇവളുടെ അസുഖം ഒന്ന് ശരിയായി കണ്ടാൽ മതി എന്ന് പറയാറുണ്ട്. ഒരു ദിവസം ഒരു കാർ ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ് ഇയാൾക്ക്. അതിൽ അയാളുടെ വലത്തെ കൈ അയാളുടെ നഷ്ടപ്പെടാണ്. ആ പർട്ടിക്കുലർ മൊമെൻറ്റിൽ തന്നെ ഇയാളുടെ മകൾക്ക് സുഖം പ്രാപിച്ചു. അതായത് എൻ്റെ വലത് കൈ പോയിട്ടാണെങ്കിലും ശരി എൻ്റെ മകൾക്ക് സുഖം പ്രാപിക്കണം എന്നതായിരുന്നു ഇയാളെ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത്. ആ ഒരു മൊമെൻറ്റിൽ, ആ ആക്സിഡൻറ്റിൽ അയാളുടെ കൈ പോയപ്പോൾ അതേപോലെ തന്നെ സംഭവിച്ചു. അത്രയ്ക്കുമാണ് ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഇനി ആ ഏത് ആർട്ടിക്കിളാണ് ഇതിൻ്റെ എന്താ പറയുക ഓതൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. കഥയിൽ ചോദ്യമില്ല, ഞാൻ ജസ്റ്റ് ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇവിടെ അവതരിപ്പിച്ചതെന്ന് മാത്രം. ഇനി നേരെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ രസകരമായിട്ടുള്ള വേറെ കുറേ എക്സ്പീരിയൻസ് നമുക്ക് എന്താണെന്ന് നോക്കാം. ആ ചാപ്റ്ററിൽ പറയുന്ന വേറെ രസകരമായ ഒരു എക്സ്പീരിയൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഒരു യുവതി, അവർക്ക് വളരെയധികം നല്ല പാട്ട് പാടാൻ നല്ല സ്കില്ലുള്ളൊരു ലേഡിയാണ്. അപ്പോൾ അവർ ഓഡീഷന് പോയിട്ട് 3 തവണ അവർ ഫെയിലായി. അപ്പോൾ അവർ ഫെയിലായി എന്ന് പറയുമ്പോൾ അതിന്
ചെയ്യുന്ന ഒരു കാര്യം അവർക്ക് തന്നെ പ്രശ്നമായി വരുന്ന ഒരു കാര്യമാണ്. ഈ ഓട്ടോ സജഷൻ തന്നെയാണത്. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേഡി സ്ഥിരമായി പറയുന്നു, എൻ്റെ പെർഫോമൻസ് അവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, ഞാൻ സെലക്ട് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് പറഞ്ഞിട്ടാണ് അവർ പെർഫോം ചെയ്യാൻ പോകുന്നത്. അത് പറഞ്ഞതിന് ശേഷം അവിടെ പെർഫോം ചെയ്യുമ്പോൾ അതുപോലെ തന്നെ വളരെ മോശം അവർ പെർഫോം ചെയ്യും. അതിനനുസരിച്ച് അവർ റിജക്റ്റ് ആവുകയും ചെയ്യും. ഇപ്പോൾ ആ ഒരു ലേഡിക്ക് വേറെ ഒരു ഇൻസ്ട്രക്ഷൻ ലഭിച്ചു. ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇനി നല്ല രീതിയിൽ പെർഫോം ചെയ്യാം, അതിനൊരു ഇൻസ്ട്രക്ഷൻ അവർക്ക് ലഭിച്ചു. ആ ഇൻസ്ട്രക്ഷൻ ഇങ്ങനെയാണ്. അതായത് ഇതൊരു എന്താ പറയുക, ഒരു ടെക്നിക്കാണ്. ഇത് ചെയ്ത് തുടങ്ങിയപ്പോൾ അവർക്ക് അവരുടെ പെർഫോമൻസ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു. ഈ ടെക്നിക്ക് എന്ന് പറയുന്നത് ഇവർ ദിവസത്തിൽ 3 തവണയാണ് ചെയ്തിരുന്നത്. 1 ഉറങ്ങി എണീറ്റ ഉടനെ തന്നെ, 2 ഉച്ചയ്ക്ക്, 3 ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് രാത്രിയായിട്ട്. ടെക്നിക്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അവരുടെ മനസ്സിനെ വളരെ ഏകാഗ്രമായി ഒരു മുറിയിലിരുന്നു കൊണ്ട് അവരുടെ ബോഡിയെ മൊത്തത്തിൽ റെസ്റ്റിൽ ഇരുത്തും. അതായത് നമ്മൾ വളരെയധികം ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിനായിട്ട് ഇങ്ങനെ കണ്ണുകൾ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബോഡി വളരെയധികം റെസ്റ്റിലാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിനെ വളരെയധികം റെസ്റ്റിലാക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കോൺഷ്യസ് മൈൻഡും കുറേയൊക്കെ വിശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കോൺഷ്യസ് മൈൻഡ് വളരെയധികം വിശ്രമിക്കുന്ന ഒരു മൊമെൻറ്റിൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ഇംപ്രസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ആ ലേഡി പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്. അതായത് ഐ സിങ് വെരി ബ്യൂട്ടിഫുള്ളി, ഞാൻ വളരെ നന്നായി പാട്ട് പാടും, എനിക്ക് വളരെയധികം ശാന്തതയോടും വളരെയധികം സമാധാനത്തോടും കൂടെ, അതുപോലെ തന്നെ വളരെ കോൺഫിഡൻസോടും കൂടെ എനിക്ക് പാട്ട് പാടാൻ സാധിക്കും, ഞാൻ വളരെയധികം നന്നായി പാടി എന്നെ സെലക്ട് ചെയ്യും. ഇത് ഇവർ 3 നേരം വളരെ കോൺഫിഡൻ്റായി അവർ ഈ പറയുന്ന കോൺഷ്യസ് മൈൻഡിലൂടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ അവർ സ്ഥിരമായി ചെയ്തപ്പോൾ 3 ആഴ്ച കൊണ്ട് അവർക്ക് അവരുടെ എല്ലാ തരത്തിലുള്ള ഈ നെഗറ്റീവായിട്ടുള്ള ഈ പല സജഷൻസും മാറ്റിക്കൊണ്ട് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ വളരെ പോസിറ്റീവായ രീതിയിൽ അവർക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചു. അത് കാരണം കൊണ്ട് തന്നെ അവർ അടുത്ത ഒരു ഓഡീഷനിൽ പോയി പെർഫോം ചെയ്തപ്പോൾ അവർ അവിടെ സെലക്റ്റഡായി. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ളൊരു മനസ്സന്നത ആദ്യം വേണം. 2 എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ വളരെയധികം ശാന്തമാക്കാൻ സാധിക്കണം. അതിന് ഏറ്റവും സഹായിക്കുന്ന സമയം എന്ന് പറയുന്നതാണ് ഉറങ്ങി എണീറ്റ ആദ്യത്തെ ഒരു മൊമെൻറ്റ്, അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പുള്ള മൊമെൻറ്റ്. ആ മൊമെൻറ്റിൽ നമ്മുടെ മനസ്സിനെ, അത് നമ്മുടെ ശരീരത്തിനെ വളരെയധികം റിലാക്സ് ചെയ്തുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള സജഷൻസ്, പോസിറ്റീവായിട്ടുള്ള സജഷൻസ് നമുക്ക് കടത്തിവിടാൻ സാധിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പലതരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്ട്സ് നമുക്ക് വരുത്താൻ സാധിക്കും. ആ ഒരു ചാപ്റ്ററിൽ തന്നെ പറയുന്ന വേറെ രസകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇനി പറയാൻ പോകുന്നത്. അതെന്ന് പറയുന്നത് ഒരു 75 വയസ്സായിട്ടുള്ള ഒരു ലേഡിയുടെ ഒരു കാര്യമാണ്. ആ ലേഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 വയസ്സായതുകൊണ്ട് തന്നെ അവർ എപ്പോഴും പറയാറുള്ള ഓട്ടോ സജഷനാണ്, എൻ്റെ മെമ്മറി വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് കാര്യങ്ങളൊന്നും ഓർക്കാൻ സാധിക്കണില്ല, ഓരോ ദിവസം കഴിയുന്തോറും എൻ്റെ മെമ്മറി വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവർ സ്ഥിരമായി പറയാറുള്ളത്. അത് കാരണം കൊണ്ട് തന്നെ അവരുടെ മെമ്മറി അതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇനി അവർക്ക് വേറൊരു രീതിയിൽ അവരുടെ ആ മെമ്മറിയെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സജഷൻ ലഭിച്ചു. അത് അവർ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ആ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ശാന്തമായി കണ്ണുകളടച്ചുകൊണ്ട് ബോഡിയെ മൊത്തത്തിൽ റെസ്റ്റ് ചെയ്തുകൊണ്ട് അവർ പറഞ്ഞു തുടങ്ങി. അതായത് എൻ്റെ മെമ്മറി, എനിക്ക് വളരെയധികം എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ട്, എൻ്റെ ഉപബോധ മനസ്സിൽ എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യപ്പെടുന്ന ഒരു ഹൗസാണ്, ഒരു മെമ്മറിയുടെ ഒരു ഹൗസാണ് എൻ്റെ ഉപബോധ മനസ്സ്. എനിക്ക് ആവശ്യം വേണ്ട കാര്യങ്ങൾ എല്ലാ സമയത്തും എല്ലാ പോയിൻ്റ് ഇൻ സ്പേസ്, അതായത് സ്പേസിലെ എല്ലാ പോയിൻറ്റിലും എനിക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. അതിനുള്ള കഴിവ് എൻ്റെ ഉപബോധ മനസ്സിലൂടെ എനിക്ക് ലഭിക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും വളരെയധികം വ്യക്തമായി ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ മെമ്മറി ദിനം പ്രതി ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ശാന്തമായി ഇവർ എല്ലാ ദിവസവും 3 നേരം പറയുമായിരുന്നു. ഈ ഉറങ്ങി എണീറ്റ ആദ്യം, അതുപോലെ തന്നെ വേറെ ഉച്ചയ്ക്ക് ഒരു സമയം, പിന്നെ അതുപോലെ രാത്രി കിടന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള സമയം. ഇത് സ്ഥിരമായി പറഞ്ഞുകൊണ്ട് അവർ അങ്ങനെ ചെയ്തതിന് ശേഷം അവരുടെ മെമ്മറി വളരെയധികം ഇമ്പ്രൂവ് ചെയ്തു. ഡേ ബൈ ഡേ അവർ പറയുന്നത് പോലെ തന്നെ അവരുടെ മെമ്മറി വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു. എത്ര രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ് അല്ലേ? അപ്പോൾ നമുക്കും ഇതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ബെറ്റർ ആക്കാനുണ്ടോ
അത് വേഴ്സാണ് എന്നുള്ള ഓട്ടോ സജഷൻ കൊടുക്കുന്നതിന് പകരം അത് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് ലഭിക്കും. ഇത്തരത്തിലുള്ള വളരെ രസകരമായിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ആ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ബേസിക്കായിട്ട് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു റീസണിങ് മൈൻഡാണ്. അതിലേക്ക് കടത്തിവിടുന്ന ചിന്തകൾ അത് അനലിറ്റിക്കലായിട്ട് ചിന്തിച്ചുകൊണ്ടാണ് അതിനെ ശരിയാണോ തെറ്റാണോ എന്ന് അത് അനലൈസ് ചെയ്യുന്നത്. നേരെ മറിച്ച് സബ് കോൺഷ്യസ് മൈൻഡിൽ അവിടെ വേറെ ശരിയുമില്ല തെറ്റുമില്ല, എന്താണോ അതിലേക്ക് കടത്തിവിടുന്ന ഇംപ്രഷൻ അത് അതേപോലെ തന്നെ സ്വീകരിച്ച് അത് അയാളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അത് സഹായിക്കും. അപ്പോൾ അത് നാം കടത്തിവിടുന്ന കാര്യങ്ങൾ ഈ ഒരു ഗേറ്റ് കീപ്പറിൻ്റെ ഉള്ളിലെ ഈ ഒരു ഗേറ്റ് കീപ്പർ കടത്തിവിടുന്ന ആശയങ്ങൾ അത് എത്രത്തോളം ഉപകരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അവിടെയാണ് ഈ കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രസക്തി. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ചുകൊണ്ട് നാം കടത്തിവിടുന്ന ചിന്തകൾ നമുക്ക് ഉപകരിക്കുന്നതാണോ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് കടത്തി വിട്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കും. ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ഒരു 7-8 വയസ്സ് വരെ നമ്മുടെ കോൺഷ്യസ് മൈൻഡല്ല, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് പ്രവർത്തിക്കുന്നത്. അതെന്ന് പറയുന്നത് ഒരു റെക്കോർഡിംഗ് ടേപ്പ് പോലെയാണ്. അതിലേക്ക് കടത്തി വിടുന്ന എല്ലാ കാര്യങ്ങളും അതിലേക്ക് ഇങ്ങനെ ആ ടേപ്പ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഒരു പക്ഷേ ചിലർക്ക് ലഭിക്കുന്ന സജഷൻസ്, അതായത് ചെറുപ്പത്തിലായിരിക്കുമ്പോൾ അവരുടെ സറൗണ്ടിങ്ങിൽ അവരുടെ ചുറ്റുപാടിൽ നടക്കുന്ന അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ടവർ പറഞ്ഞു കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഉപകരിക്കുന്നതാവില്ല. നീ വളരെ മോശമാണ്, നിനക്കത് ചെയ്യാൻ സാധിക്കില്ല, നിൻ്റെ മെമ്മറി വളരെ മോശമാണ്, നിനക്ക് കണക്കിൽ നീ വളരെ വീക്കാണ്, ഇത്തരത്തിലുള്ള പല ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും അവർക്ക് ലഭിക്കുക. അങ്ങനെയാണെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് നേരെ വിപരീതമായ കാര്യം ഈ നേരെ പറഞ്ഞ പോലെ ഈ ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ നിന്നുകൊണ്ട്, അതായത് ഹിപ്നോസിസ് സ്റ്റേജിൽ നിന്നുകൊണ്ട് അതിനെ നേരെ വിപരീതമായി എഴുതാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ചേഞ്ച് അവരുടെ ലൈഫിലുണ്ടാകും. അപ്പോൾ ഈ സെൽഫ് ഹിപ്നോസിസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് വളരെയധികം റിച്ച് ആകുന്നതിന്, വളരെയധികം പണം നമ്മളുടെ ലൈഫിലേക്ക് വരുന്നതിന് സഹായിക്കുന്ന 7.25 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കിടന്നുറങ്ങുന്നതിന് മുമ്പ് പ്ലേ ചെയ്തുകൊണ്ട് ഉറങ്ങുകയാണെങ്കിൽ ആ തരത്തിലുള്ള അഫർമേഷൻസ്, വളരെയധികം സമ്പന്നത നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനുള്ള പലതരത്തിലുള്ള വിശ്വാസങ്ങൾ ആ ഒരു ഉപബോധ മനസ്സിലേക്ക് അത് കടത്തിവിടും. അതിൻ്റെ ഭാഗമായി വളരെയധികം സമ്പന്നത ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ ഉപബോധ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പല കാര്യങ്ങളും നമുക്ക് ബെറ്ററാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഉപബോധ മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിനുള്ള റിസൾട്ട് ലഭിക്കുന്നത് എങ്ങനെയാണെന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഈ ജോസഫ് മർഫിയുടെ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കുറേ ഐഡിയാസ് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിലമതിക്കാനാകാത്ത പല കാര്യങ്ങളും, അതായത് അത്രയ്ക്കധികം നമുക്ക് ലൈഫിൽ ബെറ്റർ ആവാൻ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ മുമ്പത്തെ വീഡിയോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.